നമുക്ക് ഈ സ്പോട്ടിലോട്ട് വരാൻ എഡിൻബ്ര സിറ്റി സെൻറ്ററിൽ നിന്ന് ഏകദേശം 45 മിനിറ്റാണ് എടുത്തോളൂ. ഓക്കെ, ഞാൻ ടൈം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് പെട്ടെന്ന് വന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, അബീസുകളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നുള്ളത് സ്കോട്ട്ലാൻഡിലെ കെൽപ്പീസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ സ്കോട്ട്ലാൻഡ് എഡിൻബ്ര നിൽക്കുമ്പോൾ ലണ്ടനിൽ നിന്ന് കാർ ഓടിച്ച് നമ്മുടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്, വയനാട് തെരിന്ന്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇനി ഫ്യൂച്ചർ, അപ്പോൾ ഇന്ന് തന്നെ പോവാണോ അതോ തിങ്കളാഴ്ച വന്നു? എത്ര ദിവസം? 4 ദിവസം എടുത്തു. ഓക്കെ, അപ്പോൾ സ്റ്റേയും കാര്യങ്ങളെല്ലാം അപ്പോൾ എയർബിഎൻബിക്ക് അപ്പോൾ എത്ര കിട്ടി? 230. ആ 230. അപ്പം സ്റ്റേ ആണ്. അപ്പോൾ എന്താണെങ്കിലും കാണാൻ പോവാം. ഓക്കെ ബ്രോ. അപ്പോൾ അത് നമ്മൾ മോളിലോട്ട് കയറുവാണ്. ഇത്തിരി കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് സുവനീർ എന്താണെങ്കിലും മേടിക്കണം ഇവിടെ നിന്ന്. ഓ എൻ്റെ പൊന്നു ഭീമ, ഇതിന് വേറെ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ടിക്കറ്റ് ഉണ്ടോ? അപ്പോൾ അത് കയറില്ല നമ്മളാ? ടിക്കറ്റ് കൗണ്ടർ അവിടെ ഉണ്ടല്ലേ? ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും. നോ സൈക്ലിംഗ്, നോ ആൽക്കഹോൾ, നോ റണ്ണിങ്. നമുക്ക് ടിക്കറ്റ് ഇവിടെ ടച്ച് സ്ക്രീനും കാര്യങ്ങളുണ്ട്. ടിക്കറ്റ്സ് ഓൺലൈൻ പ്രൈസ്, ഇതാണ് ടിക്കറ്റിൻ്റെ പ്രൈസും കാര്യങ്ങളും. നമ്മൾ ജസ്റ്റ് ഒന്ന് മുമ്പോട്ട് പോയിട്ട് വരാം. എടാ, നമ്മൾ കയറില്ല എന്ന് ഉറപ്പല്ലേ? ഒരാൾക്ക് 19.5 പൗണ്ട്, അതായത് 20 പൗണ്ട്. എടാ, സ്പീഡിന് നടക്കുവാണെങ്കിൽ എല്ലാം ഒന്ന് കാണാട്ടാ. ഇവിടെ നിന്നൊക്കെ നല്ല വിഷ്വലും കാര്യങ്ങളുമാണ്. ഇതാണ് ക്യാസിൽ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ത്രൂ ഇങ്ങനെ കയറി പോവാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് എടുക്കാം. പിന്നെ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ പ്രൈസ് കുറവുണ്ട് കേട്ടോ. പ്രൈസ് കുറവ് മീൻസ് ഒരു 50p. ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നോ സൂട്ട്കേസ് ഓർ ലാഗ് ബാഗ് അലോഡ്. കാര്യം കഴിഞ്ഞ തവണ ഫുട്ബോൾ കാണാൻ പോയപ്പോൾ ഈ ബാഗ് വെക്കാൻ വേണ്ടി പിന്നെ ഏകദേശം 1.5 മൈലാണ് നമ്മൾ നടന്നത്. ക്യാസിലിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. എങ്ങനെ പണിതോ എന്നുള്ളത് ഒരു പിടിയും കിട്ടില്ല കേട്ടോ. സ്കോട്ട്ലാൻഡിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എന്താ പറയണ, എല്ലാ സ്ട്രീറ്റും ഉള്ള പോലെ തന്നെയാണ് ഈ സ്ട്രീറ്റും. വലിയ വ്യത്യാസമായിട്ട് തോന്നില്ല. പിന്നെ കുറച്ചുകൂടെ ചർച്ചും കാര്യങ്ങളൊക്കെ ഒരു പുരാതന സ്റ്റൈലുള്ള ചർച്ചുകളാണ്. പിന്നെ എല്ലാം വലിയ വലിയ ചർച്ചുകളാണ്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ. വലിയ ഹൗസ് ഓഫ് എഡിൻബർഗ്. ഇവിടെ എന്തോ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളും ഉണ്ട് റോട്ടിൽ. പിന്നെ നമ്മൾ അത് കവർ ചെയ്യാൻ പോകുന്നു. പിന്നെ ഇവിടുത്തെ ഒരു ഡ്രസ് കോഡിന് ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് ഞാൻ കാണിച്ചു തന്നായിരുന്നു നേരത്തെ. ഓക്കെ, ഇത് നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലൻഡ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രീ ആണ്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്നൊന്ന് കണ്ടു നോക്കാം. ഗൈസ്, അത്യാവശ്യം സയൻസ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നവർക്കൊക്കെ ഈ മ്യൂസിയം കയറി. ഇത് ഫുള്ള് റോബോട്ടിക്സും പഴയ ടെക്നോളജിയും, ആം റോബോട്ട് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. പഴയ പ്രിൻറ്റിങ്, പ്ലാസ്റ്റിക്. അത് ഈവൻ നമ്മൾ സ്കോട്ട്ലൻഡിൽ നിൽക്കുമ്പോഴും നമുക്കൊരു അഭിമാന നിമിഷമാണ് ഗൈസ്. സ്കോട്ട്ലാൻഡിൻ്റെ നാഷണൽ മ്യൂസിയത്തിൽ ഇന്ത്യയുടെ ട്രഡീഷണൽ, അതായത് ഇവിടെ ഒറ്റ ടി വി ഉള്ളൂ. ഈ ടി വിയിൽ നമ്മുടെ ഇന്ത്യൻ വെഡ്ഡിംഗ് ആണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്കോട്ട്ലാൻഡിൽ കെൽപ്പീസ് എന്നുള്ളൊരു സ്ഥലത്താണ്. ഇവിടെ വരുമ്പോൾ ഒരു അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞത് ഈ 2 കുതിരകളുണ്ടോ. ഇതിൻ്റെ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയണത്. ഇത് ആൻഡി സ്കോട്ട് എന്ന് പറയുന്ന ഒരു പുള്ളി. ഞാനൊരു സ്ക്രീൻഷോട്ട് ഇടാം, അതായിരിക്കും ഇച്ചിരി അടിപൊളി. ഇതുണ്ടോ, 1000 മെറ്റൽ പീസ് വെച്ച് ഹാൻഡ് മെയ്ഡ്. ഇത് ത്രൂ ഔട്ട് UK ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. പിന്നെ അതുപോലെ തന്നെ ന്യൂയോർക്ക്, ചിക്കാഗോ അവിടെ എല്ലാം ഇത് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയണത്. ഓക്കെ, ഇത് ഭയങ്കര വലിയ സ്ട്രക്ചറാണിത്. ഓക്കെ, ഇപ്പോൾ ഫുള്ളും ഐസ് വീണ് കിടക്കണോണ്ട് ഇത് അത്ര സ്ലിപ്പറി ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോകാതിരിക്കാൻ നല്ലത്. ആ വെള്ളത്തിലോട്ടേക്ക് ഞാൻ മുങ്ങിച്ചാവൂല, പക്ഷെ തണുത്ത് കുറച്ച് ചത്തു. ആ മാതിരി തണുപ്പാണ്. ഓക്കെ, ഈ കുതിര ഒരു വല്ലാത്തൊരു കാഴ്ച കേട്ടോ.
അത് അടുത്ത് നിൽക്കുമ്പോൾ അറിയാം അതിൻ്റെ സ്ട്രക്ചറലിൻ്റെ ഒരു വലിപ്പവും കാര്യങ്ങളും. ഓക്കെ, നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോവാണ്. അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും കണ്ടോ? ഓ എൻ്റെ അമ്മോ, അങ്ങോട്ടേക്ക് ഒരു കനാലാണ് സംഭവം. രാത്രിയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഷേലുണ്ടെന്നാണ് തോന്നുന്നത്. കാര്യം ഇവിടെ ഈ സ്പോട്ട് ലൈറ്റ് എല്ലാം ഇതിലോട്ട് അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഷേൽ ഇത് കാണാറുണ്ട്. ഓക്കെ, ഞാനിവിടെ കനാൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് UK ഒരു കനാൽ സിസ്റ്റമാണ്. ഇത് നിങ്ങൾക്ക് എല്ലായിടത്തും കാണാം. കനാൽ കണ്ടപ്പോൾ ശ്രദ്ധിച്ചാൽ എന്താ ബോട്ടുകളില്ലാത്തതെന്ന്. ഇത് കനാല് ബോട്ട് ഇതേ കിടക്കണു, പക്ഷെ എല്ലാം ഐസ് പിടിച്ച് കിടക്കോട്ടെ. അതായത് വെള്ളം എന്ന് പറയണത് ഇത് വെള്ളം ഫ്ലോ ചെയ്യണില്ല, നിങ്ങൾക്ക് കണ്ടാ അറിയാം, ഐസാണ്. ഓക്കെ, കണ്ടാ, എന്തോ ഒരു വാക്ക് പറയും, എനിക്കെന്താണെങ്കിലും അറിയില്ല. പിന്നെ പുല്ലിക്കാണെങ്കിലും വൈറ്റ് ഐസ് പിടിച്ച് കിടക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് കാലൊന്ന് മുക്കി നോക്കണമെന്നുണ്ട്. ഐസാണ് ഗൈസ്. ഓ സീൻ ഗൈസ്, ഇപ്പം ഞാൻ ചവിട്ടിയ സ്ഥലമാണ്, അത് മാത്രം പൊട്ടിക്കണുണ്ടോ. ഇത് നമ്മളിവിടേക്കും ചവിട്ടി കഴിഞ്ഞാൽ താന്നങ്ങ് ഒരു പോക്കങ്ങ് പോവും. ഓക്കെ, ഞാനിപ്പോൾ ചവിട്ടിയോണ്ട് എനിക്കത് മനസ്സിലായി. പേടിച്ചു പോകുന്നു നമ്മൾ സത്യം പറഞ്ഞാൽ. ഇത് ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ അറിയാം. ഉണ്ടോ, ഫുള്ള് ഐസ് പിടിച്ച് കിടക്കുവാണ്. ബോട്ടും കാര്യങ്ങളും എല്ലാം ഐസ് പിടിച്ച് കിടക്കുവാണ്. കാര്യം ഇവിടെ ഒന്ന് എനിക്കൊന്ന് കാലൊന്നുകൂടെ ഒന്ന് മുക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഇത് പുറകിൽ നിന്ന് അതിൻ്റെ ആ കുതിരയുടെ വാലൊക്കെ ആണെങ്കിലും അടിപൊളി. നമുക്ക് ഈ സ്പോട്ടിലോട്ട് വരാൻ എഡിൻബ്ര സിറ്റി സെൻറ്ററിൽ നിന്ന് ഏകദേശം 45 മിനിറ്റാണ് എടുത്തോളൂ. ഓക്കെ, ഞാൻ ടൈം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് പെട്ടെന്ന് വന്ന് കാണാം. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഫാൽക്രിക് എന്ന് പറഞ്ഞ മറ്റേ എന്താ പറയണ ബോട്ട് കയറ്റിട്ട് ഇതുപോലത്തെ ഹൗസ് ബോട്ട്. ഞാൻ അതിൻ്റെ വിഷ്വൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കണമെന്നുള്ളൂ. ഇത് ട്രാവൽ വ്ളോഗാണ്. ഞാൻ വലിയ പ്രിപ്പയർഡ് ചെയ്തിട്ടൊന്നുമല്ല വീഡിയോ ചെയ്യണം. ഇത് കാണുമ്പം നിങ്ങളുടെ അടുത്തോട്ട് ഈ സ്ഥലത്തിൻ്റെ പേര്, പിന്നെ ഞങ്ങൾ എവിടെ നിന്നാണ് വന്നത്, പിന്നെ ഇതിൻ്റെ അടുത്ത് റെസ്റ്റോറൻറ്റോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഇല്ല. അങ്ങനെ ചെറിയ ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ പറഞ്ഞത്. ഓക്കെ, നമ്മുടെ വേറെയാണ് ഇൻഫോർമേറ്റീവ് വീഡിയോ, NHS റിലേറ്റഡ് ആയിട്ടും വെയർ ഹൗസ് റിലേറ്റഡ് ആയിട്ടും അങ്ങനെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ട്രാവൽ വ്ളോഗിൽ എനിക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതല്ല, ഈ വീഡിയോ ഓൾറെഡി ഇവിടെ വന്നൊരു വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ പറഞ്ഞതിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഫീൽ ഫ്രീ ടു. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും നമ്മുടെ ഫോളോവേഴ്സിന് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്കായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ ഇതൊന്നും കാണാൻ പ്രത്യേകിച്ച് കാശോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പാർക്കിംഗ് ചാർജ് വരെ നമുക്കിവിടെ ഫ്രീ ആണ്. വേറെ എക്സ്ട്രാ പാർക്കിംഗ് ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും സ്കോട്ട്ലൻഡ് വന്നവർക്ക് വരാൻ പറ്റണ ഒരു സ്ഥലമാണ് ഇത്. ഓക്കെ.